കോട്ടയം മുനിസിപ്പാലിറ്റിയിലെ 46-ാം വാർഡിൽ നാലുകണ്ടം പ്രദേശത്ത് വെള്ളപ്പൊക്കം. വീടുകളിൽ വെള്ളം കയറിയിട്ടും ക്യാമ്പുകളിലേക്ക് മാറ്റുകയും മറ്റ് സഹായം ലഭിക്കുകയും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. 50ഓളം കുടുംബങ്ങളാണ് ഈ പ്രദേശത്ത് വെള്ളപ്പൊക്ക ഭീഷണി നേരിടുന്നത്. ജില്ലയിൽ മറ്റിടങ്ങളിലെ 333 കുടുംബങ്ങൾ ക്യാമ്പിലേക്ക് മാറിയിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി കോട്ടയം ജില്ലയിൽ മഴയ്ക്കൊരു ശമനമുണ്ട്. വലിയ രീതിയിൽ മഴയൊന്നും പെയ്തിട്ടില്ല. അപ്പോൾ മഴ തോർന്നു നിൽക്കുന്ന ഒരു സമയമാണ്. എന്നാലും ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ, കോട്ടയം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ഇപ്പോഴും വെള്ളം തുടരുകയാണ്. ആ സമീപത്തുള്ള വീടുകൾക്കെല്ലാം വലിയ രീതിയിലുള്ള ദുരിതമാണ് അവർക്കുള്ളത്. വീട് വിട്ടുപോകേണ്ട കാര്യമുണ്ട്. ഏകദേശം 46 ദുരിതാശ്വാസ ക്യാമ്പുകളാണ് കോട്ടയം ജില്ലയിൽ ഒട്ടാകെ തുടങ്ങിയിരിക്കുന്നത്. അതിൽ 333 കുടുംബങ്ങളാണ് ഇപ്പോൾ ദുരിതാശ്വാസ മേഖലയിലോട്ട് മാറ്റിയിട്ടുള്ളത്. ഇപ്പോൾ നമ്മളുള്ളത് പനമ്പാലം മേഖലയിലാണ്. മീനച്ചിലാറിന്റെ ഒരു സമീപ പ്രദേശമാണ്. ചേട്ടാ, ഇവിടെ വെള്ളം കഴിഞ്ഞ 2 ദിവസമായിട്ടുണ്ടല്ലേ? ഒരാഴ്ചയായിട്ട്. എങ്ങനെയാ, എല്ലാ കൊല്ലവും ഇത് തന്നെയാണ് അവസ്ഥ? ഈ മഴയുടെ ഇപ്പോൾ ഒരു തോർച്ച വന്നിരിക്കുന്നത് വലിയ ആശ്വാസമാണ്. എന്നാൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ ഇപ്പോൾ വീടുകളെല്ലാം പ്രതിസന്ധിയിലാണ്. ഒരുപാട് കുടുംബങ്ങൾ പോയിട്ടുമുണ്ട്. എന്നാൽ ചില മേഖലകളിൽ, ഇപ്പോൾ നമ്മൾ വേളൂർ പോലെയുള്ള മേഖലകളിൽ ഇപ്പോഴും വെള്ളം ഉയരുന്ന ഒരു സാഹചര്യമാണ്. അവിടുത്തെ ജനങ്ങൾക്ക് ദുരിതാശ്വാസ ക്യാമ്പില്ല എന്നടക്കമുള്ള പരാതികളും അവർ പറയുന്നുണ്ട്. അവർക്ക് മാറാൻ ഒരു സാഹചര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് അവിടുത്തെ ജനങ്ങളും പങ്കുവയ്ക്കുന്നത്. അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള കൃഷിനാശം ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കനത്ത ഇപ്പോൾ അപ്രതീക്ഷിതമായി വന്ന ഈ മഴയും കാറ്റുമെല്ലാം വിവിധ തരങ്ങളായിട്ടുള്ള കൃഷി മേഖലയും കോട്ടയം ജില്ലയിൽ ബാധിച്ചിട്ടുണ്ട്. അതുപോലെ വൈദ്യുതി മേഖലയിലും എല്ലാം ഇത്തരത്തിലുള്ള ഈ മഴയുടെ അപ്രതീക്ഷിതമായിട്ടുള്ള വരവ് കാര്യമായി തന്നെ ഈ കോട്ടയം ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിലും ബാധിച്ചിട്ടുണ്ട്. ജോബിൻ തേക്കടിക്കൊപ്പം വിഷ്ണു പ്രകാശ്, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.